രാവണനെ സൈന്യസമേതം വധിച്ച് ദേവിയെ സ്വന്തമാക്കണം. അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. ഹനുമാന്റെ തോളിലേറി ഞാനും, എൻ്റെ പിന്നിലായിട്ട് അംഗദന്റെ തോളിലേറി ലക്ഷ്മണനും യാത്ര ചെയ്യണം. എൻ്റെ തൊട്ടടുത്ത് എല്ലായ്പ്പോഴും ആരുണ്ടാവണം? സുഗ്രീവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. ആർത്തു വിളിച്ചു കളിച്ചു കുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം. കുബേരനെ പോരും ജയിച്ചിട്ട് പുഷ്പക വിമാനം കൈവശപ്പെടുത്തിയവനാണ് ഞാൻ. എന്തായാലും ഇവിടെ ഉള്ളത് കൊണ്ട് അങ്ങ് ഭയപ്പെടാതിരിക്കൂ. രാമനെയും വാനരന്മാരെയൊക്കെ ഞാൻ നശിപ്പിക്കും. ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടോ ഉറപ്പാണ് നാശം. ശ്രീരാമനോട് നേരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് ആരും കരുതണ്ട. കാരണം ശ്രീരാമൻ ആപദാമപഹർത്താരം ദാതാരം സർവസമ്പദാം ലോകാഭിരാമം ശ്രീരാമം ഭൂയോ ഭൂയോ നമാമ്യഹം. ആത്മാരാമം. നമസ്കാരം സാർ. നമസ്തേ. അങ്ങ് ഭക്തിരസപ്രധാനമായ ഭാഷയിൽ ഇതുവരെ രാമായണത്തിൻ്റെ സുന്ദരകാന്ഡം വരെയുള്ള ഭാഗങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി അവതരിപ്പിച്ചു. ഇനി നമുക്ക് പോകേണ്ടത് യുദ്ധകാന്ഡത്തിലേക്കാണ്. യുദ്ധകാന്ഡത്തിൽ നമ്മുടെ ആദ്യത്തെ ദിവസം നമുക്ക് രാവണ വിഭീഷണ സംവാദം വരെയുള്ള ഭാഗം നമുക്ക് ഒന്ന് പറഞ്ഞുതരാമോ സാർ? ഓ, തീർച്ചയായിട്ടും. നമുക്ക് യുദ്ധകാന്ഡം ആരംഭിക്കാം. അതിൽ ആഞ്ജനേയസ്വാമിയുടെ അത്ഭുത പരാക്രമത്തെക്കുറിച്ച് ശ്രീരാമൻ പറയുന്നത് മുതലാണ് ആരംഭിക്കുന്നത്. കാരണം ഇവിടെ സാധിച്ചിരിക്കുന്നത് ദേവകളാലും അസാധ്യമായുള്ളൊന്ന് കേവലം മാരുതി ചെയ്തതോർക്കും വിധോ. മാരുതി ചെയ്തത് ദേവന്മാർക്ക് പോലും അസാധ്യമായിട്ടുള്ള കാര്യം. കാരണം 100 യോജന വിസ്താരമുള്ള സമുദ്രം ചാടിക്കടക്കുക, രാക്ഷസ വീരന്മാരെ കൂട്ടത്തോടെ വധിക്കുക, ലങ്കയെ ദഹിപ്പിക്കുക, ഇതൊക്കെ നമുക്ക് ചിന്തിക്കുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നതാണ്. ഈ തരത്തിലുള്ള ഭൃത്യന്മാർ ആർക്കും ഒരു കാലത്തുണ്ടാവില്ല. സീതാദേവിയെ കണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് തിരിച്ചു വന്നതിലൂടെ യഥാർത്ഥത്തിൽ എന്നെയും ലക്ഷ്മണനെയും എന്തിന് സൂര്യവംശത്തെയും സുഗ്രീവനെയും ഒക്കെ രക്ഷിച്ചിരിക്കുകയാണ് ഹനുമാൻ. അതുകൊണ്ട് ഇനി നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കടൽ കടന്ന് ലങ്കയിലേക്ക് എത്തണം. അപ്പോൾ ആ രാവണനെ സൈന്യസമേതം വധിച്ച് ദേവിയെ സ്വന്തമാക്കണം. അതാണ് നമുക്കിനി ചെയ്യാനുള്ളത്. അപ്പോൾ അതെങ്ങനെ സാധിക്കുമെന്നിങ്ങനെ വിഷമിച്ചിരിക്കുമ്പോൾ സുഗ്രീവനാണ് മറുപടി പറയുന്നത്. ആശ്വസിപ്പിച്ചുകൊണ്ട് സുഗ്രീവൻ പറഞ്ഞു, ഈ കടൽ കടന്ന് ചെന്ന് ലങ്കയെ ഭസ്മമാക്കി രാവണൻ വംശത്തോടെ കൊന്നൊടുക്കി നമ്മൾ തിരിച്ചു വരും. അതിനുള്ള ശക്തി നമുക്കുണ്ട്. വീരന്മാരായ ശൂരന്മാരായ വാനരന്മാരെ ജയിക്കുവാൻ ആർക്കും സാധ്യമല്ല. അതുകൊണ്ട് നമുക്കിപ്പോൾ ഈ കടൽ കടക്കാനുള്ള ഉപായമാണ് ചിന്തിക്കേണ്ടത്. രാവണനെ യുദ്ധത്തിൽ നിഗ്രഹിക്കാനൊന്നും നമുക്കൊരു വിഷമമുണ്ടാവില്ല. പക്ഷേ ഈ സമുദ്രലംഘനം അതെങ്ങനെ സാധിക്കും? അതാണ് നമുക്ക് എത്രയും പെട്ടെന്ന് അറിയേണ്ടത്. അപ്പോൾ ഹനുമാനോട് ശ്രീരാമസ്വാമി പറഞ്ഞു, ലങ്കാ നഗരിയിലെ വൃത്താന്തങ്ങളൊക്കെ എന്നോട് ഒന്ന് വിസ്തരിച്ച് പറഞ്ഞു തരണം. അവിടെ എന്തെല്ലാമാണ് വിശേഷങ്ങൾ? അവിടുത്തെ കോട്ടകൾ, മതിലുകൾ, കിടങ്ങുകൾ, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് വ്യക്തമാക്കി തരണം എന്ന് പറഞ്ഞപ്പോൾ രാമനെ തൊഴുത് നമസ്കരിച്ചുകൊണ്ട് വളരെ സന്തോഷത്തോടെ ആഞ്ജനേയൻ പറഞ്ഞു, ലങ്കാപുരത്തിങ്കലുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ. കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കവേ കാട്ടിത്തരിക വേണം വചസാ ഭവാൻ എന്ന് രാമൻ. അപ്പോൾ ആഞ്ജനേയൻ പറയാണ്, മധ്യേ സമുദ്രം
ത്രികൂടാചലം വളർന്ന അത്യുന്നതമതിൻ മൂർധ്നി ലങ്കാപുരം. ത്രികൂട പർവ്വതമാണ്. ത്രികൂട പർവ്വതത്തിൻ്റെ ഏറ്റവും മുകളിലാണ് എങ്ക ലങ്ക. പ്രാണഭയമില്ലയാത ജനങ്ങൾക്കു കാണാം കനക വിമാന സമാനമായി വിസ്താരമുണ്ടങ് 700 യോജന. പുത്തൻ കനക മതിലതിൻ ചുറ്റുമേ ഗോപുരം 4 ദിക്കിങ്കലുണ്ടു ദിക്കിങ്കലുമുണ്ടതീ ശോഭിതമായത് 7 നിലകളും. 7 നിലകളാണ്. അങ്ങനെ തന്നെ അതിനുള്ളിലായി പൊങ്ങും മതിലുകൾ 7 പോലെ 7നും 4 ഗോപുരപംക്തിയും. ഇങ്ങനെ വർണ്ണിക്കുകയാണ്. ആ ലങ്ക വർണ്ണനയാണ്. ലങ്ക ഏത് തരത്തിലാണ് എന്ന് വർണ്ണിച്ചു. അവിടെ ഏതൊക്കെ രീതിയിലാണ് താൻ ചെയ്തത്, എന്തൊക്കെയാണ് ചെയ്തത്. പിന്നെ രാവണനെ കണ്ട് ഉപദേശിക്കുകയും ചെയ്തു. രാവണനെ കണ്ട് വേണ്ട പോലെ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. പക്ഷേ രാവണൻ ഭൃത്യന്മാരോട് പറഞ്ഞത് എന്നെ അപ്പം തന്നെ കൊല്ലാനാണ്, ഇവനെ ഉടനെ കൊല്ലണം എന്നാ പറഞ്ഞത്. പക്ഷേ വിഭീഷണൻ ഇടപെട്ടിട്ട് പറഞ്ഞു, രാജധർമ്മങ്ങൾ അറിയാവുന്നവരാരും ദൂതനെ കൊല്ലാറില്ല, അതുകൊണ്ട് ഒരു അടയാളം ഉണ്ടാക്കി അയക്കുന്നതാണ് ഉചിതം എന്ന് വിഭീഷണൻ പറഞ്ഞു. അപ്പോൾ വാലിൽ തീ കൊളുത്താൻ ആജ്ഞാപിച്ചു. എണ്ണ തുണി കൊണ്ട് വാലിൽ പൊതിഞ്ഞിട്ട് തീ കൊളുത്തിയപ്പോൾ ആ തീ കൊണ്ട് തന്നെ 700 യോജന വിസ്തൃതിയുള്ള ലങ്കാപുരി, ആ ലങ്കാപുരിയെ മുഴുവൻ ഞാൻ ദഹിപ്പിച്ചു കളഞ്ഞു. അങ്ങയുടെ കാരുണ്യം കൊണ്ട് ലങ്കയിലെ സൈനികന്മാരിൽ 4/1 ഭാഗത്തെ ഞാൻ ഫിനിഷ് ചെയ്തിട്ടുണ്ട്, കൊന്നൊടുക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു വിധത്തിലും കാലതാമസം വരുന്നത് നല്ലതല്ല. എത്രയും പെട്ടെന്ന് പുറപ്പെട്ട് സമുദ്ര ലംഘനം ചെയ്ത് ആ രാക്ഷസ രാജൻ്റെ ഭൃത്യന്മാരെയൊക്കെ നിഗ്രഹിച്ച് ആ രാവണൻ്റെ അഹങ്കാരം നശിപ്പിച്ച് ദേവിയെയും കൂട്ടിക്കൊണ്ട് മടങ്ങി വരേണ്ട സമയമായി എന്ന് ആഞ്ജനേയൻ. അപ്പോൾ ഹനുമാന്റെ വാക്കുകൾ കേട്ടു. അപ്പോൾ സുഗ്രീവനോട് പറഞ്ഞു, ഇപ്പോൾ യുദ്ധത്തിൽ വിജയം നേടാൻ പറ്റിയ സമയമാണ്. ഇപ്പോൾ വിജയമുഹൂർത്തകാലം പടയ്ക്കുത്പന്നമോദം പുറപ്പെടുകേവരും. ഇപ്പോൾ ഏറ്റവും നല്ല സമയമാണ്. കാരണം ഉത്തരം നക്ഷത്രം വിജയപ്രദമാണ്. അതുകൊണ്ട് രാക്ഷസവർഗത്തിൻ്റെ ജന്മനക്ഷത്രമായിട്ടുള്ള മൂലം ഹത്യാകരമാണ്. എനിക്ക് വലത് കണ്ണ് തുടിക്കുന്നുണ്ട്, അതുകൊണ്ടത് ശുഭലക്ഷണമാണ്, നല്ല ലക്ഷണമാണ്, വിജയപ്രദമാണ്. അതുകൊണ്ട് ശക്തനും സേനാധിപനുമായിട്ടുള്ള നീലൻ സൈന്യങ്ങളെയൊക്കെ പരിപാലിക്കണം. പിന്നെ വാനന്മാരെയൊക്കെ കരുത്തന്മാരെയൊക്കെ നിയോഗിക്കുക. രംഭൻ പ്രമാദം തുടങ്ങിയായിട്ട് മുൻപിൽ നടക്കുക. ഹനുമാന്റെ തോളിലേറി ഞാനും, എൻ്റെ പിന്നിലായിട്ട് അംഗദൻ്റെ തോളിലേറി ലക്ഷ്മണനും യാത്ര ചെയ്യണം. എൻ്റെ തൊട്ടടുത്ത് എല്ലായ്പ്പോഴും ആരുണ്ടാവണം? സുഗ്രീവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണം. മറ്റു വീരന്മാരൊക്കെ പിറകെ. പേരൊക്കെ പറഞ്ഞു, ഇത്രയും പേര് പ്രസിദ്ധന്മാരാണ്, അതുകൊണ്ട് അവരുടെ സൈന്യം കൂടി പുറപ്പെടണം. ഇനി വൈകരുത്, യാത്രക്കിടയിൽ ആർക്കും ഒരു പ്രയാസവും ഉണ്ടാവരുത്. ഇത്രയും പറഞ്ഞു. അങ്ങനെ വാനര സൈന്യന്മാരുടെ മധ്യത്തിലായ ലക്ഷ്മണനോടൊപ്പം രാമൻ നേരെ യാത്ര തുടങ്ങി. യുദ്ധയാത്ര ഇവിടെയാണ് ആരംഭം. അങ്ങനെ അതിഗംഭീരമായിട്ടുള്ള വാനര സമൂഹത്തിൻ്റെ യാത്ര, ആർത്തു വിളിച്ചും കളിച്ചും പുളച്ചും ഒക്കെ അവിടെ ഗംഭീരമായിട്ട് അവരുടെ ആ യുദ്ധയാത്ര ആർത്തു വിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ചയം രാത്രിഞ്ചരേശ്വര രാജ്യം പ്രതി പരമാസ്തയാ വേഗാൽ നടന്നു തുടങ്ങിനാർ. അവരങ്ങനെ ഗംഭീരമായിട്ട് നടന്നു. അപ്പോൾ അവരെല്ലാവരും എവിടെ എത്തി? ആ സമുദ്ര തീരത്തെത്തി. ആ സമുദ്ര തീരത്ത് ദക്ഷിണ സമുദ്രത്തിൻ്റെ വടക്കേ കരയിൽ ആ മഹേന്ദ്രഗിരിയുടെ സമീപത്ത് ഹനുമാന്റെ തോളിൽ നിന്ന് രാമൻ ഇറങ്ങി. അംഗദന്റെ തോളിൽ നിന്ന് ലക്ഷ്മണൻ ഇറങ്ങി രാമനെ നമസ്കരിച്ചു. അപ്പോഴേക്കും അസ്തമയമായി കഴിഞ്ഞു. സന്ധ്യാവന്ദനമൊക്കെ ചെയ്തു. സന്ധ്യാവന്ദനാദികളൊക്കെ നടത്തി കടൽ കടക്കാനുള്ള ഉപായം ആലോചിച്ച് കണ്ടെത്തണം. അഗ്നിപുത്രനായിട്ടുള്ള നീലൻ തുടങ്ങിയവർ
സൈന്യത്തിൻ്റെ രക്ഷ ഉറപ്പാക്കണം. കാരണം മായാവികളാണ് രാക്ഷസന്മാർ രാക്ഷസന്മാർ. അവരെപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ഉപദ്രവിക്കും പലതരത്തിൽ. സന്ധ്യാവധനങ്ങളൊക്കെ വന്നു, പിന്നെ പർവ്വതലത്തിൽ വറിച്ചു. അപ്പോൾ കടൽ കണ്ടപ്പോൾ തന്നെ ആ വാനരന്മാരെ ഭയപ്പെട്ടു. മുതലക്കൂട്ടങ്ങളും പിന്നെ ഭയങ്കര ശബ്ദവും ഒക്കെ തിരമാലകളൊക്കെ വന്ന് അടിക്കുന്നതൊക്കെ ഇങ്ങോട്ട് കണ്ടു. അപ്പോൾ ഭീകരമായിട്ടുള്ള ഈ കടൽ താണ്ടി രാവണനെ എങ്ങനെ നിഗ്രഹിക്കാൻ സാധിക്കും എന്നുള്ള ചിന്ത. അപ്പോൾ ഉപായമൊന്നും കണ്ടെത്താൻ പറ്റാതെ അവർ ആ രാമൻ്റെ കൂടെ തന്നെ. അപ്പോഴേക്കും ചന്ദ്രൻ ഉദിച്ചു പൊങ്ങി. രാമൻ ചന്ദ്രമുഖിയായ സീതയെ ഓർത്ത് വിഷമിച്ചു. ആ ഒരു എന്താ പറയുക, നമ്മൾ പറയാറില്ലേ, ഈ അവതാരം ഓരോന്ന് സ്വീകരിച്ചു കഴിഞ്ഞാൽ ആ വേഷം ഭംഗിയാക്കുക എന്നുള്ളതാണ്. ഒരു മാനുഷ വേഷം ധരിച്ചതുകൊണ്ട് മാനുഷികമായ എല്ലാ വികാരങ്ങളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ രാമൻ്റെ വിലാപം ഒക്കെ നമുക്കവിടെ കാണാൻ സാധിക്കും ആ ഭാഗത്ത്. അപ്പോൾ പരമാത്മസ്വരൂപത്തിൽ നിന്നും ആ മാനുഷിക ഭാവത്തിലേക്കുള്ള രാമൻ്റെ വേഷപ്പകർച്ച നമുക്കവിടെ കാണാൻ സാധിക്കും. പിന്നെ രാമലക്ഷ്മണന്മാരും സുഗ്രീവാദികളായിട്ടുള്ള വാനരന്മാരും എല്ലാവരും കടൽ കടന്നു പോകേണ്ടതിനെക്കുറിച്ചാണ് ആലോചന. വളരെ ഗൗരവത്തിലുള്ള ആലോചനയാണ്. അപ്പോൾ മന്ത്രശാലയിൽ എല്ലാവരെയും വിളിച്ചു കൂട്ടി, മന്ത്രിമാരെ എല്ലാവരെയും വിളിച്ചു കൂട്ടി. അപ്പോൾ ദേവന്മാർക്കോ അസുരാദികൾക്കോ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഹനുമാൻ ചെയ്ത് കൂട്ടിയത് കണ്ട് അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കടൽ കടക്കാൻ പറ്റുക എന്നുള്ള ആലോചന. അവിടെ ആഞ്ജനേയൻ വന്ന് നടത്തിയ വീരപരാക്രമത്തെക്കുറിച്ചുള്ള ചർച്ച. അപ്പോൾ രാവണാദികൾ എല്ലാവരും ഒത്തുകൂടി മന്ത്രശാലയിൽ. രാവണൻ മന്ത്രിമാരെ വിളിച്ചു കൂട്ടി. എന്താണ് ഇപ്പോൾ ഹനുമാൻ ചെയ്ത പരാക്രമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഉദ്യാനമൊക്കെ നശിപ്പിച്ചു, ലങ്കയെ ദഹിപ്പിച്ചിട്ട് ഒരു കൂസലുമില്ലാതെ സമുദ്രം കടന്നുപോയി. അപ്പോൾ ഇത് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ നമുക്ക് നാണക്കേടാണ് രാക്ഷസന്മാർക്ക്. ഇനിയിപ്പോൾ വലിയ താമസമില്ലാതെ വാനരപ്പടയും രാമനും ഒക്കെ വരും. കാരണം അവർ അവിടെ പിന്നെ സമുദ്രത്തിൻ്റെ വടക്കേ കരയിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തു ചെയ്യണം എന്നുള്ള കാര്യം നിങ്ങളാണ് പറയേണ്ടത്. മന്ത്രിമാർ മന്ത്രോപദേശം ചെയ്യുക എന്ന് നമുക്ക് തീരുമാനിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഓരോരുത്തരായിട്ട് അവരവരുടെ അഭിപ്രായം പറയൂ. നിങ്ങളാണ് എൻ്റെ കണ്ണുകൾ. എൻ്റെ ഉള്ളിൽ നിങ്ങളുടെ നേർക്ക് സ്നേഹമുണ്ട്. അപ്പോൾ വിചാരങ്ങൾ 3 വിധത്തിലാണ്: ഉത്തമം, മധ്യമം, അധമം. 3. അപ്പോൾ ഒന്ന് സാധ്യമാണ്, മറ്റൊന്ന് സാധിക്കാൻ പ്രയാസമാണ്, ഇനിയൊന്നും സാധിക്കുകയില്ല. ഇങ്ങനെയാണല്ലോ 3 അഭിപ്രായങ്ങൾ: ഉത്തമം, മധ്യമം, അധമം. അപ്പോൾ കേൾക്കുന്നവർക്കൊക്കെ നിർദോഷമെന്ന് തോന്നുന്ന, തമ്മിൽ പറഞ്ഞു കേൾക്കുമ്പോൾ നന്ന് എന്ന് എൻ്റെ അഭിപ്രായം ഇത് തന്നെ എന്ന് എല്ലാവരും സമ്മതിക്കുന്ന അഭിപ്രായം ആലോചിച്ച് പറയാൻ സാധിക്കുക. അതാണ് മന്ത്രിമാർ നൽകുന്ന ഏറ്റവും ഉത്തമമായ അഭിപ്രായം. ഇവിടെ ഒരു രാജനീതി രാവണൻ പറയുന്നുണ്ട് ഇവിടെ. എന്താണ് ഉത്തമമായ മന്ത്രോപദേശം? എന്തുവാ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ കേൾക്കുന്നവർക്കെല്ലാം നിർദോഷമാണ് എന്ന് അഭിപ്രായം പറയുന്ന, അതാണ് ഏറ്റവും ഉത്തമം. കേൾക്കുന്നവർക്കൊക്കെ നിർദോഷം എന്ന് തോന്നണം. ബലേ ഭേഷ് എന്നെല്ലാവരും പറയണം കേട്ടാൽ. അങ്ങനെയുള്ളതാണ് ഏറ്റവും ഉത്തമമായിട്ട് അഭിപ്രായം. ഏവർക്കും സമ്മതമായത്. 2, ഓരോരുത്തരും ഓരോവിധം അഭിപ്രായങ്ങൾ പറഞ്ഞ് പരസ്പരം കുറ്റങ്ങൾ എടുത്തു കാട്ടി ആ ദോഷങ്ങളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഏകാഭിപ്രായത്തിലെത്തുന്നതാണ് മധ്യം. പിന്നെ അഹങ്കാരത്തോടെ താൻപൊരുമയോട് കൂടിയിട്ട് അവനവൻ്റെ അഭിപ്രായം മാത്രം ശരി എന്ന വിചാരത്തോടെ ദുസ്തർക്കങ്ങൾ അവതരിപ്പിച്ച് മറ്റുള്ളവരുടെ മതങ്ങളെയൊക്കെ ഖണ്ഡിച്ച് വളരെ കാലതാമസം വരുത്തി
തീരുമാനത്തിലെത്താതെ നിന്ദയോടെ ഈർഷ്യയോടെ തല്ലിപ്പിരിഞ്ഞു പോവുക. അതാണ് അധമമായ മന്ത്രണം. അപ്പൊ ഈ അധമത്തിൽ യോജിപ്പുണ്ടാവില്ല. ഇല്ല, ആരും യോജിപ്പിലെത്തില്ല. തല്ലിപ്പിരിയ, അതാണ് ഏറ്റവും അധമമായ മന്ത്രണം. അപ്പോൾ ഉത്തമമായ മന്ത്രണം, മധ്യമമായ മന്ത്രണം, അധമമായ മന്ത്രണം. ഇതിനെക്കുറിച്ച് ആര്? രാവണൻ തന്നെയാണ് വിശദീകരിക്കുന്നത്. അതല്ലേ? അപ്പോൾ രാവണനൊരു നല്ല ഭരണകർത്താവാണ്, ന്യായാന്യായങ്ങൾ അറിയാവുന്ന, പ്രമാണം അറിയാവുന്ന ആളാണ്, ഒരു പണ്ഡിതനാണ്. അപ്പോൾ രാവണൻ്റെ വാക്ക് കേട്ടു, ആ രാവണൻ്റെ ഈ മനസ്സിലിരിപ്പ് മനസ്സിലാക്കി. അപ്പോൾ പറഞ്ഞു, ആലോചിച്ചിടത്തോളം ഇന്ന് ഈ ഒരു കാര്യത്തിൽ ചർച്ചയുണ്ടായത് വളരെ നല്ലതാണ്. കാരണം ലോകങ്ങളെ മുഴുവൻ ജയിച്ച ആളാണ് അങ്ങ്. ഈ ലോകത്തെ മുഴുവൻ ജയിച്ച ആളാണ്. അപ്പോൾ അങ്ങയ്ക്ക് ഒരു മനോദുഃഖം ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പിന്നെ എന്തുകൊണ്ടുണ്ടായി? അതൊരത്ഭുതമാണ്. ദേവരാജനായിരിക്കുന്ന ഇന്ദ്രനെ പോരിൽ തോൽപ്പിച്ച് അവനെ പിടിച്ച് കെട്ടിയവന്, അങ്ങനെയുള്ള മേഘനാഥൻ അല്ലെങ്കിൽ ഇന്ദ്രജിത്ത്. അതെ, മേഘനാഥൻ, അങ്ങനെയാണ് ഇന്ദ്രജിത്ത് എന്ന് പേര് വന്നത്. അപ്പോൾ ആ ഇന്ദ്രജിത്ത് മകനായിട്ടുണ്ട്, മറക്കണ്ട. കുബേരനെ പോരിൽ ജയിച്ചിട്ട് പുഷ്പക വിമാനം കൈവശപ്പെടുത്തിയവനാണ് നീ, അത് ഓർമ്മിക്കണം. യുദ്ധത്തിൽ കാലനെ പോലും ജയിക്കാൻ കഴിഞ്ഞ അങ്ങയ്ക്ക് കാലദണ്ഡത്തെ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? വെറും ഒരു ഹുങ്കാരം കൊണ്ട് അങ്ങ് വരുണനെ ജയിച്ചില്ലേ? കടലിനെ അടക്കി. അതെ. മറ്റ് ദേവന്മാരുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? മയൻ എന്ന മഹാസുരൻ അങ്ങയെ പേടിച്ച് സുന്ദരിയായിട്ടുള്ള തൻ്റെ മകളെ അങ്ങയ്ക്ക് നൽകിയില്ലേ? അസുരന്മാർ അങ്ങയ്ക്ക് കപ്പ നൽകിയില്ലേ? ശ്രീ പരമേശ്വരൻ അങ്ങയ്ക്ക് ചന്ദ്രഹാസം എന്ന വാള് തന്നതല്ലേ? പിന്നെ അങ്ങ് ദുഃഖിക്കേണ്ട കാര്യമുണ്ടോ? ഹനുമാൻ ഇവിടെ വന്ന് ചെയ്ത കാര്യങ്ങൾ അത് യഥാർത്ഥത്തിൽ നമുക്ക് നാണമുണ്ടാക്കുന്നതാണ്. അതെന്തുകൊണ്ട്? നമ്മൾ അല്പം ഒരു കുരങ്ങനല്ലേ എന്ന് നമ്മളൊരു ഉപേക്ഷ കാട്ടിയതുകൊണ്ടാണ്. അതുകൊണ്ടാണ് അവൻ രക്ഷപ്പെട്ടു പോയത്. ഞങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നെങ്കിൽ അവൻ ജീവനോടെ മടങ്ങിപ്പോവായിരുന്നില്ല. ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പ്രത്യേകം ഓരോരുത്തരും പ്രതിജ്ഞ ചെയ്തു, ഇന്ന് തന്നെ അങ്ങ് ഞങ്ങളിൽ ഒരാളെ കൽപ്പിച്ച് നിയോഗിച്ചാൽ ആ വാനരവർഗത്തെയും മനുഷ്യ സമൂഹത്തെയും ഒക്കെ ഉന്മൂലനം ചെയ്തിട്ട് ഞങ്ങൾ മടങ്ങി വരാം. ആ കുരങ്ങൻ കാട്ടിയ ചാബല്യത്തിന് ഇവിടെ ഇങ്ങനൊരു സഭ കൂടി ചർച്ച ചെയ്തു എന്ന് ലോകം അറിയണ്ട, നാണക്കേട. കാരണം ഒരു കുരങ്ങന്റെ പരാക്രമം കണ്ട് രാവണൻ സഭ കൂടിയാന്ന് പറഞ്ഞാൽ തന്നെ നാണക്കേടല്ലേ? അതുകൊണ്ട് ഇതാരും അറിയണ്ട. അപ്പോൾ രാവണൻ പിന്നെ രാക്ഷസന്മാര് ഇങ്ങനെയൊക്കെ സമാധാനിപ്പിച്ചപ്പോൾ രാവണന് കുറച്ച് സമാധാനമായി. അപ്പോൾ അതിനുശേഷം പിന്നീട് കുംഭകർണൻ അപ്പോൾ കുംഭകർണൻ ഉറക്കാണല്ലോ, 6 മാസം ഉറക്കവും 6 മാസം ഉണർന്നു ഇരിക്കും. അതെ, അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ ഉറക്കമുണർന്ന് എഴുന്നേറ്റ കുംഭകർണൻ ജ്യേഷ്ഠനെ കണ്ടു, നമസ്കരിച്ചു. രാവണൻ ഓടിച്ചെന്ന് അനിയനെ കെട്ടിപ്പിടിച്ചു, സന്തോഷത്തോടെ പീഠത്തിലിരുത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ കേട്ട സമയത്ത് ഉള്ളിലൊരു ഭയം ആർക്കുണ്ടായി? കുംഭകർണൻ്റെ ഉള്ളിലൊരു ഭയമുണ്ടായി. പറഞ്ഞു, ഭയം തന്നെയാണോ അതോ സന്ദേഹമാണോ? അവിടെ ഒരു ഉൾഭയം തന്നെയാണ്. ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ, എന്ത് വാക്കാണ് മെൻഷൻ ചെയ്തിരിക്കുന്നത് അറിയാൻ വേണ്ടി. അങ്ങനെയാ, ഉൾത്താരിലുണ്ടായ ഭീതിയോടും അവൻ നക്തഞ്ചരാധീശ്വരനോടു ചൊല്ലിയിടിനാൻ. ഭീതിയോടെ പറഞ്ഞു, ഭൂമിയിൽ ജീവിച്ച് സുഖിക്കുന്നതിനേക്കാൾ എനിക്ക് ദേവത്വം കിട്ടുന്നത് നല്ലത് തന്നെയാണ്. ഇപ്പോൾ അങ്ങ് ചെയ്ത പ്രവൃത്തികളൊക്കെ ജീവഹാനി ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ജീവിച്ചിരിക്കണമെന്ന് മോഹമുണ്ടോ? ഉണ്ടെങ്കിൽ ആ ശ്രീരാമനെ പോയി സേവിക്കുക.
അപ്പം അങ്ങനെ ഒരു ഹിതോപദേശം കുംഭകർണൻ ജ്യേഷ്ഠന് കൊടുക്കുന്നുണ്ട്. കൊടുക്കുന്നുണ്ട്. ശ്രീരാമൻ സാധാരണ മനുഷ്യനല്ല, മഹാവിഷ്ണു തന്നെയാണ്. സീതാദേവി അങ്ങനെ നശിപ്പിക്കാൻ വേണ്ടി ഭൂമിയിൽ ജനിച്ച സാക്ഷാൽ മഹാലക്ഷ്മിയാണ്. അതുകൊണ്ട് ഈ പിന്നെ ഭാഗവതത്തിലൊക്കെ ഒരു വാദ്യത്തെക്കുറിച്ച് ഒരു മാനിനെ കുറിച്ച് പറയും. മാൻകൾ എന്ത് ചെയ്യുവെച്ചാൽ മാനൊക്കെ ഈ കാട്ടാളന്മാർ ഈ വേടന്മാർ ഒരു പ്രത്യേക വാദ്യം ഉപയോഗിക്കും. ആ വാദ്യം കേട്ടിട്ട് ആ പ്രത്യേക നാദം കേട്ട് മോഹം കൊണ്ട് അതിൽ ആകൃഷ്ടരാകും. വേട്ടയ്ക്കായി കാട്ടിൽ പോകുന്ന രാജാക്കന്മാരുടെ സംഘം ഉപയോഗിക്കുന്ന വാദ്യം ആണോ? അല്ല, വേടന്മാർ തന്നെ ഉപയോഗിക്കും. വേടന്മാർ ഉപയോഗിക്കുന്ന ഒരു വാദ്യമുണ്ട്. ആ വാദ്യം ഇതിനെ മയക്കാൻ വേണ്ടിയിട്ടാണ്. ശരി. അതിൽ മയങ്ങുമ്പോഴാണ് അമ്പെയ്ത് കൊല്ലുന്നത്. ഓടാൻ പറ്റത്തില്ല. അതിലെങ്ങനെ മയങ്ങും. അപ്പോ ആ മോഹത്തോടു കൂടിയിട്ട് മയങ്ങി നിൽക്കുന്ന മാനുകളെ വേടന്മാർ നിഗ്രഹിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെയുള്ള ഈ ഒരു മരണം ഇപ്പോൾ മത്സ്യങ്ങളെ കുറിച്ച് പറയാറുണ്ട്. മത്സ്യങ്ങളും ഈ മോഹം കൊണ്ടാണ്. ഇഷ്ടംപോലെ കായലിൽ പായലുണ്ടാവും, എന്നാലും ഒരു ചൂണ്ടയിട്ടാൽ ആ ചൂണ്ടയിലെ പുഴുവിനെ കണ്ടിട്ട് ആർത്തി കൊണ്ട് വന്ന് അത് വിഴുങ്ങും. ചൂണ്ട വീഴും, അപ്പം തന്നെ പിടിയിലാവും, കഥ കഴിയും. അപ്പോൾ അങ്ങനെ മരണം സംഭവിക്കും. അഗ്നിജ്വാല കണ്ട് മോഹിക്കുന്ന ശലഭങ്ങൾ അതിൽ വീണ് മരണത്തെ പോകും. ഇവിടെ കുറേ മനോഹരമായിട്ടുള്ള ഉദാഹരണങ്ങളാണ്. ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ ചൊല്ലാം. മോഹേന നാദഭേദം കേട്ട് ചെന്നുടൻ ദേഹനാശം മൃഗങ്ങൾക്കു വരുന്നിത്. മീനങ്ങളെല്ലാം രസത്തിങ്കൽ മോഹിച്ച് താനേ ബടീശം വിഴുങ്ങി മരിക്കുന്നു. അഗ്നിയെ കണ്ട് മോഹിച്ചു ശലഭങ്ങൾ മഗ്നമായി മൃത്യു ഭവിക്കുന്നിതവണ്ണം. ജാനകിയെ കണ്ട് മോഹിക്ക കാരണം പ്രാണവിനാശം ഭവാനുമകപ്പെടും. ഇതുപോലെ ജാനകിയെ കണ്ട് മോഹിച്ചാൽ നിന്റെ കാര്യവും പോക്കാണ്. ഭയങ്കരമായൊരു കൽപ്പനയാണ്. ഗംഭീരമായിട്ട് പറയാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇതിലൊന്നും വീണു പോകരുത്. സീതാദേവിയെ കണ്ട് മോഹിച്ച് അങ്ങേക്ക് മരണം സംഭവിക്കും. അതിന് പിന്നെ പെട്ടുപോകരുത്. പിന്നെ ഇതൊക്കെ തോന്നുന്നത് പൂർവ്വജന്മവാസനയാണ്. ഇതിനെയും ആർക്കും മാറ്റാനൊന്നും സാധ്യമല്ല. വിജ്ഞാന സമ്പന്നന്മാരായുള്ള ദിവ്യന്മാർക്ക് പോലും ജന്മവാസനകളെ ഒഴിവാക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് മനസ്സിലൊട്ടും ദുഃഖം വേണ്ട. പിന്നെ ഞാൻ എന്തായാലും ഇവിടെ ഉള്ളത് കൊണ്ട് അങ്ങ് ഭയപ്പെടാതിരിക്കൂ. രാമനെയും വാനരന്മാരെയൊക്കെ ഞാൻ നശിപ്പിക്കും. അങ്ങ് സീതാദേവി അനുഭവിക്കുക. മനസ്സിന് ദുഃഖമൊന്നും വേണ്ട. കാരണം വരാനുള്ളത് വഴി തന്നില്ല. ദുഃഖിച്ചിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ ദേഹനാശം വരുന്നതിന് മുൻപ് മോഹിച്ചതൊക്കെ സാധിച്ചോളൂ എന്നാണ്. ദേഹത്തിനന്തരം വന്നു പോം മുന്നമേ മോഹിച്ചതാഹന്ത സാധിച്ചുകൊള്ളുക നീ. ഇന്ദ്രിയങ്ങൾക്ക് വശനാം പുരുഷന് വന്നിടുമാപത്ത് നിർണയമോർത്തുകൾ. ഇന്ദ്രിയങ്ങൾക്ക് അടിമപ്പെട്ടോ ഉറപ്പാണ് നാശം. അതുകൊണ്ട് സകല ഇന്ദ്രിയങ്ങളെ വശത്താക്കി കഴിഞ്ഞാലോ സകല സൗഖ്യങ്ങളും വരും. എന്നാൽ ഇന്ദ്രിയങ്ങൾക്ക് വശംവദനായാലോ എല്ലാ ആപത്തും വരും. വലിയൊരു ഉപദേശമാണ്, ഗംഭീരോപദേശമാണ്. ഇന്ദ്രൻ്റെ ശത്രുവായിട്ടുള്ള കുംഭകർണൻ പറഞ്ഞത് കേട്ടു. ഇന്ദ്രജിത്ത് ആദരവോട് കൂടിയിട്ട് പിന്നെ രാവണനോട് പറഞ്ഞു, അങ്ങ് ആജ്ഞാപിച്ചാൽ ഞാൻ രാമനെയും വാനര സമൂഹത്തെയൊക്കെ നിഗ്രഹിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു. അപ്പോൾ ധന്യാത്മാവായിട്ടുള്ള വിഭീഷണൻ വന്നു. അതുകൂടി പറഞ്ഞ് നമുക്ക് നിർത്താം. അപ്പോൾ വിഭീഷണൻ ആദരവോട് കൂടിയിട്ട് നമസ്കരിച്ചു. വളരെ സ്നേഹത്തോടു കൂടിയിട്ട് അനിയനെ അരികിലെത്തി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ വിഭീഷണൻ രാവണന് പഥ്യമായ ഉപദേശങ്ങൾ നൽകുക. അതാണ് പഥ്യം. ഹിതം എന്നല്ല, ശരിക്കും പഥ്യം. അപ്പോൾ പഥ്യം എന്ന് പറയുമ്പോൾ മറ്റേ ആയുർവേദത്തിലെ പഥ്യവുമായിട്ട് റിലേറ്റ് ചെയ്യുന്നത് വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കണം, എങ്കിലേ പറ്റൂ. അപ്പോൾ അങ്ങനെ കാര്യങ്ങൾ പറഞ്ഞു. രാക്ഷസ രാജാവായിരിക്കുന്നല്ലയോ വീര, എൻ്റെ അഭിപ്രായം കൂടി അങ്ങ് കേൾക്കണം. കാരണം
വിദ്വാൻമാരിലൊക്കെ ബന്ധുജനങ്ങൾക്ക് നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണമെന്നാണ്. വംശത്തിന് ക്ഷേമകരമായിട്ടുള്ളത് എന്താണോ അതെല്ലാവരും ചേർന്ന് ചിന്തിക്കണം. അതുകൊണ്ട് തന്നെ ഈ 3 ലോകത്തിലും രാമനോട് യുദ്ധം ചെയ്യാൻ കരുത്തുള്ളവരാരുമില്ല. അഹങ്കാരിയും ഭ്രാന്തനുമായിട്ടുള്ള പ്രഹസ്തൻ, വികടൻ, സുപ്തഘ്നൻ, യജ്ഞാന്തകൻ, കുംഭകർണൻ, ജംബുമാലി, പ്രതകൻ, കുംഭൻ, നികുംബൻ, ഇങ്ങനെ എത്രയോ പേരുണ്ട്. പക്ഷേ ഇവരൊന്നും തന്നെ രാമനോട് എതിരിടാൻ സമർത്ഥരല്ല. ശ്രീരാമനോട് നേരിട്ട് യുദ്ധം ചെയ്ത് ജയിക്കാമെന്ന് ആരും കരുതണ്ട. കാരണം ശ്രീരാമൻ മനുഷ്യനല്ല, സാമാന്യ മനുഷ്യനാണെന്ന് ആരും ധരിക്കണ്ട. ദേവേന്ദ്രനല്ല. അതുകൊണ്ട് അഗ്നിദേവനോ വൈവസ്വതനോ നിരുതിയോ അല്ല, സാക്ഷാൽ മഹാവിഷ്ണു തന്നെയാണ്. പണ്ട് പന്നിയായിട്ട് വന്ന ഹിരണ്യാക്ഷനെ കൊന്നു. ഹിരണ്യകശിപുവിനെ നിഗ്രഹിച്ചു. വാമന രൂപം കൊണ്ട് 3 ലോകങ്ങളും മഹാബലിയുടെ പക്കൽ നിന്നും വാങ്ങി. ജാമദഗ്നിയായിട്ട് വന്ന് ക്ഷത്രിയ വംശത്തെ 21 തവണ ക്ഷത്രിയ നിഗ്രഹം നടത്തി. അങ്ങനെയുള്ള ആ മഹാവിഷ്ണുവാണ് ഇവിടെ ആരായിട്ട് ശ്രീരാമചന്ദ്രനായിട്ട് ദശരഥ പുത്രനായിട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് സേവിക്കുന്നവർക്ക് അഭയം നൽകുന്ന ആ മഹാവിഷ്ണു, ഭക്തപ്രിയനായ ആശ്രിതവത്സലനായിട്ടുള്ള ആ മഹാവിഷ്ണു ഭോഗവും മോക്ഷവും നൽകുന്നവനാണ്. അതുകൊണ്ട് ആ ശ്രീരാമൻ്റെ പാതാരവിന്ദത്തെ ഭക്തിയോടുകൂടി ഉപാസിക്കുകയാണ് വേണ്ടത്, നമസ്കരിക്കുകയാണ് വേണ്ടത്. രക്ഷിക്കണേ എന്ന് ചെന്ന് ആ കാൽക്കൽ പോയി പ്രാർത്ഥിക്കുക. ആ കാൽക്കൽ വീണ് അപേക്ഷിച്ചാൽ ഉറപ്പായിട്ടും അദ്ദേഹം അഭയം നൽകും. കാരണം അദ്ദേഹത്തോളം കാരുണ്യം മറ്റാർക്കുമില്ല. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരമ്പ് കൊണ്ട് താടകയെ വധിച്ച ആളാണ്, ആരും മറക്കരുത്. പിന്നെ യാഗരക്ഷയ്ക്ക് വേണ്ടി സുബാഹു മുതലായവരൊക്കെ വധിച്ചു. ശിലാരൂപിണിയായിട്ടുള്ള അഹല്യയുടെ മേലെ തൃപ്പാദം വെച്ച് പാപങ്ങളിൽ ഇല്ലാതാക്കിയവളാണ്. ശൈവ ചാപം മുറിച്ചിട്ടാണ് സീതയെ പരിണയിച്ചത്. അങ്ങനെ ഓരോ രംഗം നമ്മൾ നോക്കിയാലും എന്തിനെ മഹാപരാക്രമിയായിട്ടുള്ള ബാലിയെ ഒരമ്പെയ്ത് നിഗ്രഹിച്ചില്ലേ? അതെ. അതുകൊണ്ട് തീർച്ചയായും ആ ശ്രീരാമനെ ചെന്ന് ശ്രീരാമനോട് പിണങ്ങരുത്. ആ ശ്രീരാമനെ ചെന്ന് കണ്ട് കാൽക്കൽ വീണ് നമസ്കരിച്ച് മാപ്പപേക്ഷിക്കുക. സീതാദേവിയെ ശ്രീരാമചന്ദ്രനെ കൊണ്ട് കൊടുത്ത് അങ്ങ് സുഖമായിട്ട് ഇവിടെ ഗംഗാധിപനായിട്ട് കഴിയുക. വംശനാശം വരുത്തുന്നതിന് മുൻപ് ദേവിയെ തിരികെ കൊണ്ടു ചെന്ന് കൊടുക്കണം. വിഭീഷണൻ വീണ്ടും ഇങ്ങനെ ഹിതകരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴും ദേഷ്യത്തോട് പറഞ്ഞു, യഥാർത്ഥത്തിൽ ശത്രുക്കളല്ല, മിത്രഭാവത്തോടു കൂടിയിട്ട് അടുത്തിടപഴകുന്ന ശത്രുക്കളാണ് ശരിക്കും ശത്രുക്കൾ. അവർ മരണത്തെ തന്നെ നൽകുന്നവരാണ്. നീ യഥാർത്ഥത്തിൽ ഇനിയും ഇതുപോലെ ആവർത്തിക്കുകയാണെങ്കിൽ ആദ്യം ഞാൻ നിന്നെ ആയിരിക്കും കൊല്ലുക. സംശയമേ വേണ്ട എന്ന് രാവണൻ വിഭീഷണനെ ഭീഷണിപ്പെടുത്തി. രാവണൻ അപ്പം തന്നെ. അപ്പോൾ ഭക്തോത്തമനായിട്ടുള്ള വിഭീഷണൻ പറഞ്ഞു, മരണാധീനനായിട്ടുള്ള മനുഷ്യന് ദിവ്യ ഔഷധങ്ങൾ പോലും ഏൽക്കില്ല. അതുകൊണ്ട് ഇവനെ ഉപദേശിച്ചിട്ട് ഇനി വല്ല പ്രയോജനമൊന്നും ഇല്ല. അപ്പോൾ പൗരുഷം കൊണ്ട് വിധിയെ മാറ്റിമറിക്കാനാവില്ല. എനിക്കിനി രാമൻ്റെ പാദകമലങ്ങളല്ലാതെ മറ്റൊരാശ്രയമില്ല എന്ന് ചിന്തിച്ച് തീരുമാനിച്ചുറച്ച് അപ്പോൾ തന്നെ 4 മന്ത്രിമാരോടൊത്ത് എല്ലാവരും ഉപേക്ഷിച്ചു, സകലതും ഒക്കെ ഉപേക്ഷിച്ച് ആ ശ്രീരാമപാദകമലങ്ങളെ തന്നെ അഭയം പ്രാപിക്കുക ധ്യാനിച്ചുകൊണ്ട്, ഏകാഗ്രതയോട് ധ്യാനിച്ചുകൊണ്ട് ജ്യേഷ്ഠൻ്റെ കാൽക്കൽ നമസ്കരിച്ചു പോകാനായിട്ട്. അപ്പോൾ ദേഷ്യത്തോട് പറഞ്ഞു, എനിക്ക് ആപത്ത് വരുത്തുന്നത് നീയാണ്, നീ പോയിട്ട് രാമനെ സേവിച്ചോളൂ, ഇവിടെ ഒരു വിഷമമില്ല. പോയില്ലെങ്കിൽ ചിലപ്പോൾ നിന്നെ എൻ്റെ ചന്ദ്രഹാസം കൊണ്ട് ഞാൻ തന്നെ ചിലപ്പോൾ കൊന്നുകളയും. അനിയനെ കൊന്നവൻ എന്ന് വെറുതെ
പേര് പേര് കേൾപ്പിക്കേണ്ട. അപ്പോൾ പറഞ്ഞു, അങ്ങ് എനിക്ക് പിതൃതുല്യനാണ്, അങ്ങയുടെ നിയോഗങ്ങൾ അനുഷ്ഠിക്കുന്നത് എനിക്ക് സുഖകരമാണ്, ഞാൻ നിമിത്തം അങ്ങേക്ക് സങ്കടമൊന്നും ഉണ്ടാവാൻ പാടില്ല, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നുകൂടി പറഞ്ഞു, അങ്ങയുടെ ഉന്മൂലനാശനത്തിനായിട്ട് വന്നിരിക്കുന്ന കാലനാണ് രാമൻ. സീതയും കാലൻ്റെ പത്നിയായിട്ട് ജനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഉപദേശങ്ങൾ അങ്ങേക്ക് മനസ്സിലാകാത്ത ഞാൻ ഉത്തരവാദിയല്ല. ഞാൻ എന്തായാലും ആ രാമൻ്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കുകയാണ്. ഞാൻ ശ്രീരാമചന്ദ്രനെ ശരണം പ്രാപിക്കുകയാണ് എന്ന് വിഭീഷണൻ പറഞ്ഞു. സാർ, രാമകഥ പറഞ്ഞ് നമ്മളിപ്പോൾ യുദ്ധകാണ്ഡത്തിലെത്തിയിരിക്കുകയാണ്. യുദ്ധകാണ്ഡത്തിലെ 1-ാം ഭാഗം വിഭീഷണൻ ശ്രീരാമചന്ദ്രൻ്റെ ഭാഗത്തേക്ക് പോകുന്നത് വരെയുള്ള, അതിന് മുൻപ് വരെയുള്ള ഭാഗമാണ് അങ്ങ് പറഞ്ഞത്. ജനം ടി വിക്കും പ്രേക്ഷകർക്കും വേണ്ടി അങ്ങേക്ക് നന്ദി, നമസ്കാരം.